ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബാലൻ എന്ന ടൊവിനോ സിനിമയിലെ ആ ബസ് സ്റ്റോപ്പും അതിൻ്റെ പരിസര പ്രദേശങ്ങളും അതിലെ പ്രകൃതി രമണീയമായിട്ടുള്ള ആ സ്ഥലങ്ങളൊക്കെയാണ്. ആ ഒരു രംഗമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് കണ്ടു നോക്കൂട്ടോ. വയനാട് ജില്ലയിലെ പുൽപ്പള്ളി പഞ്ചായത്തിൽ കർണാടക അതിർത്തിയോട് ചേർന്ന് കാടിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ് ചേകാടി. നാഗരികതയുടെ തിക്കും തിരക്കുമില്ലാതെ പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന ഈ പ്രദേശം വയനാടിന്റെ കുട്ടനാട് എന്നും അറിയപ്പെടുന്നു. ചേകാടിയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. സുഗന്ധമുള്ള നെൽപ്പാടങ്ങളും കൃഷിയും വയനാടിന്റെ സ്വന്തം തനിമയാർന്ന സുഗന്ധ നെല്ലിനങ്ങളിലൊന്നായ ഗന്ധകശാല നെല്ല് വ്യാപകമായി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ചേകാടി എന്ന് പറയുന്നത്. കണ്ണെത്താത്തിടത്തോളം പരന്നു കിടക്കുന്ന പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങളും അവയുടെ അരികുതീർത്ത് ഒഴുകുന്ന കബനി നദിയും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. കൃഷിയെ നെഞ്ചിലേറ്റുന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത്. കൃഷിയുടെ തുടക്കവുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തുന്ന കമ്പളനാട്ടി ഉത്സവം ഏറെ പ്രശസ്തമാണ്. ഗോത്ര പൈതൃകവും ഗ്രാമീണ ജീവിതവും ആദിവാസി ഗോത്രവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഭൂമികയാണ് ചേകാടി. അവരുടെ പരമ്പരാഗത തനിമയും സംസ്കാരവും ഇവിടെ ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. കോൺക്രീറ്റ് വീടുകളുടെ ആഡംബരങ്ങളില്ലാതെ മൺചുവരുകളും വൈക്കോൽ കൂനകളും മേഞ്ഞ പരമ്പരാഗത വീടുകൾ കാണാൻ കഴിയുന്ന വയനാട്ടിലെ അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണിത്. മുള കൊണ്ടുള്ള കൈത്തൊഴിലുകൾ, പരമ്പരാഗത കുട്ടനിർമ്മാണം തുടങ്ങിയ ഗോത്ര കലാരൂപങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. കേരള ടൂറിസത്തിന്റെ ഉത്തരവാദിത്ത ടൂറിസം റെസ്പോൺസിബിൾ ടൂറിസം സ്ട്രീറ്റ് പ്രൊജക്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ചേകാടി. വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വന്യജീവി സാന്നിധ്യവും കാടിന്റെ വന്യമായ സൗന്ദര്യവും അടുത്തറിയാൻ സാധിക്കും. ഗ്രാമീണ ടൂറിസത്തിന്റെ ഭാഗമായി ചേകാടി നവ പോലുള്ള നാട്ടുകൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ സഞ്ചാരികൾക്കായി മൺവീടുകളും നാട്ടുരുചികളും ഒരുക്കുന്നുമുണ്ട്. തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായൊരു അന്തരീക്ഷം ആഗ്രഹിക്കുന്ന സഞ്ചാരികളും പ്രകൃതി സ്നേഹികളും ഒരുപോലെ കണ്ടിരിക്കേണ്ട ഒരു സുന്ദര ഗ്രാമമാണ് ചേകാടി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന വയനാടിന്റെ മനോഹരമായ ഒരു ഇടം കൂടിയാണ് ഇപ്പോൾ ചേകാടി എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഷൂട്ട് ചെയ്ത ബാലൻ എന്ന സിനിമ ഈ സ്ഥലം വളരെ പ്രശസ്തമാക്കുകയുണ്ടായി. ബാലൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഇവിടെ നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് ഈ പ്രദേശത്തുകാർക്ക് ആ സിനിമയുടെ ടീം അംഗങ്ങൾ ഒരു സമ്മാനമായി സമർപ്പിക്കുകയായിരുന്നു. ബാലൻ എന്ന സിനിമയുടെ റിലീസിന് ശേഷം ആ സിനിമയിലെ ഏറ്റവും മനോഹരമാക്കിയ ലൊക്കേഷനുകളിൽ ഒന്നായിട്ടുള്ള ചേകാടിയും അതിൻ്റെ ചുറ്റുവട്ട പ്രദേശങ്ങളും അതിൻ്റെ മനോഹരിത സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള സഞ്ചാരികൾ ചേകാടിയിലെ സൗന്ദര്യം തേടി എത്തുകയാണ് പിന്നീട് സംഭവിച്ചത്. എങ്ങും പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന ശാന്ത സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമം. ഇവിടെ ദിനംപ്രതി നൂറുകണക്കിന് സഞ്ചാരികളാണ് യാത്ര ചെയ്തുകൊണ്ട് എത്തുന്നത്. എത്ര മനോഹരമായ സ്ഥലങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജോലി തിരക്കിനിടയിൽ ശാന്തവും സമാധാനവും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇവിടെ സമയം ചിലവഴിക്കാം. അത്തരത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ നമ്മളെ ഓരോരുത്തരെയും ചേകാടി മാടി വിളിച്ചുകൊണ്ട് നമ്മളെ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് വയനാട് കയറുന്ന ഒരാളും തന്നെ ചേകാടിയും അവിടുത്തെ ഗ്രാമസുന്ദര കാഴ്ചകളും ഒരിക്കൽ പോലും മിസ് ചെയ്യരുത് എന്ന് തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. കബനി നദിയുടെ സൗന്ദര്യവും അതിൻ്റെ അക്കരയും ഇക്കരയും നിന്നുകൊണ്ട് ചൂണ്ടലിടുന്ന ദൃശ്യങ്ങളുമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേകാടിയിൽ വന്നിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ.